ആര്യസ് ഡയറീസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എന്താ വെച്ചാൽ ഇന്ന് സെക്കൻഡ് ഇയറത്തെ സെക്കൻഡ് ലാസ്റ്റ് എക്സാമാണ്, സെക്കൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ എക്സാം. അപ്പോൾ 208 ഫാർമക്കോളജിയും പാത്തോളജിയും. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 5:20-25 ഒക്കെ ആയിക്കും. ഞാൻ പെണിട്ടിട്ടേ ഉള്ളൂ. അപ്പം ഇനി പഠിക്കാതിരിക്കണം, ഫ്രഷ് ആയിട്ട് പഠിക്കാൻ. കുറച്ച് MCQ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം. 10 മണിക്കാണ് എക്സാം. ഒരു 9:15 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. മാക്സിമം MCQs ചെയ്യണം. പിന്നെന്താണ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഇയർ തന്നെ ലാസ്റ്റ് മൊഡ്യൂൾ എക്സാം ആണെന്ന്. 208 പാത്തോളജി ഫാർമക്കോളജി. അതുകൊണ്ടാണ് ഈ രാവിലെ എണീപ്പും പഠിക്കൽ കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ശീലം എനിക്കില്ലാത്തതാണ്. സോ ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിച്ചിട്ട് യൂണിവേഴ്സിറ്റിക്ക് പോകാൻ. അപ്പോൾ കുറേ നേരം പഠിച്ച്, കുറേ ഫോൺ നോക്കി പൊട്ടത്തരം കാണിച്ച്, പിന്നെ ലാസ്റ്റ് ഫുഡ് കഴിച്ച്. ആയിഷാണ് കഴിച്ചത്. ആയിഷ് ഇവിടുത്തെ ഒരു ലോക്കൽ ഫുഡാണ്. ആയിഷും ചിക്കൻ കറിയും ഭയങ്കര ഹെൽത്തിയാണ്, ബാർലിയാണ്, ഓയിലി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇവിടെ 1 പൗണ്ടിന് 1 വീതം കിട്ടുന്ന ഒരു സാധനം. റെഡി ആവാൻ പോവാ. ബ്രേക്ക്ഫാസ്റ്റ് താഴെ ഓപ്പൺ ആക്കി നോക്കാം. സ്ഥലം കണ്ടിട്ട് ഒരിക്കലും നമ്മൾ ഈജിപ്തിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ ഇത് ഭയങ്കര എന്താ പറയുക, ഒരു പക്ക സ്ട്രീറ്റ് ഏരിയ ആണ്. അപ്പോൾ പിന്നെ ഇവിടെ എന്തൊക്കെ ബിൽഡിങ്സ് എന്തോ റിനോവേറ്റ് ചെയ്യാനൊന്നും പറ്റൂല, ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതുകൊണ്ട് അങ്ങനെ കുറേ എന്തൊക്കെ ഉണ്ട്. ഏതോ ഒരു ഓണർ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ഇത് ഈ റോഡും ഒരു 3-4 സ്ട്രീറ്റും ഏതാണ്ട് ഈ ഒരു ആംബിയൻസ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്. ഈ ന്യൂ കെയറൊക്കെ ഒരു വട്ടം പോയപ്പോൾ വേറെ തന്നെ ഭംഗി. ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടതൊക്കെ. സോ ഞാനൊക്കെ ഇവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എന്താ ഇത് നോക്കാം. പക്ഷെ ഇപ്പോൾ നൈസാണ്. ഇതാണ് കൈറോ ബൈക്ക്. നമുക്കിത് ഫോണിലൊരു ആപ്പ് ഉണ്ട്, സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഈ യൂണിവേഴ്സിറ്റിയിൽ ID കാർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 3-4 സെക്യൂരിറ്റിമാരെ വെച്ചിരിക്കും ഓരോ ഗേറ്റിനടുത്ത്. നമ്മളെന്ത് ജയിൽ പുള്ളികളോ, ഒരാളൊക്കെ ആണെങ്കിൽ ഓക്കെ. യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് ഗേറ്റിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ഈ എക്സാം ഹാളിലേക്കുള്ള എൻട്രി വരുന്നത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും ബുക്കുമായിട്ട് ഭയങ്കര ടെൻഷനിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ബാഗ്, ഫോണ്, നമ്മളെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് എക്സാമിന് പോകുമ്പോൾ വെക്കാനൊരു പ്രത്യേക സ്ഥലം തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സാമിൻ്റെ ഒരു ബഹളങ്ങൾ കാര്യങ്ങളായി. ഫോണൊന്നും എക്സാം ഹാളിലേക്ക് അലൗഡഡ് അല്ല. സോ വീഡിയോ കുറച്ച് നേരത്തേക്ക് ഇവിടെ നിന്ന് വൈൻഡപ്പ് ആയിരിക്കും. പിന്നെ അല്ല, നമ്മളൊക്കെ വേ എക്സാം എഴുതി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടോ? നല്ല മരം, അവിടെ സീനറിയില്ല. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെ പറയുമ്പോ ഒരു സന്തോഷമില്ലാത്തത്. എന്താടാ, ആരും ഇറങ്ങുന്നില്ലല്ലോ. എന്തൊക്കെ പ്രശ്നണ്ടാ? വീഡിയോ എടുക്കുന്ന പ്രശ്നണ്ടാ? അയ്യോ, നിന്റെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടല്ലോ യൂട്യൂബിൽ. അതൊന്നും പ്രൈവസി ഇല്ലേ? ഫേമസ് കുക്കാണ്. കുക്കല്ലോ, കുക്കറല്ല കുക്ക്. നീ കഴിഞ്ഞ വർഷം ഇതേപോലെ സെയിം ബുക്ക് ഇൻട്രൊഡ്യൂസ്, ഞാൻ അത് വീഡിയോ കട്ട് ചെയ്ത് ചെയ്തന്നെടാ. നീ ഇൻട്രൊഡ്യൂസ് ചെയ്തു നല്ലൊരു ബുക്ക്. ഇൻട്രൊഡ്യൂസ് ചെയ്. സൈക്കോപാത്തോ വേറെ ഏതെങ്കിലും എടുക്കടാ. നല്ലൊരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്. കഴിഞ്ഞ വർഷം ഇതേപോലത്തെ ഏതൊരു ബുക്കായിരുന്നു. എന്താ റുബിക്സ് ക്യൂബിന്റെ ഒക്കെ എന്തൊക്കെ ഒരു ഇതുള്ളൊരു ബുക്കായിരുന്നു നീ കഴിഞ്ഞ വർഷം ഇതാക്കിയത്. കൊറേ സൈക്കോന്റെ ബുക്കൊക്കെ ഉണ്ട്. പോസിറ്റീവ് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്.
ഈഗോ ഇസ് ദ എനിമി വെൻ ബ്രീത്ത് ബിക്കംസ് എയർ. എന്തൊക്കെ അത് ഇതെന്താ? ഇതാണ് നമ്മളെ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. ഇത് അനിച്ചിന് തല. DIG 72. എനിക്ക് ഫസ്റ്റിലത്തെ കോളത്ത് കിട്ടിയത് 91, രണ്ടാമത്തെ കോളത്ത് കിട്ടിക്കുന്ന 54.6. അനക്ക് എന്താ കിട്ടിക്കുന്നത്? ഫസ്റ്റ് കോളത്ത് കിട്ടിക്കുന്നത് വീട്ടിലെത്തി. അങ്ങനെ എൻ്റെ അമ്മ എന്തെങ്കിലും ചൂടാ പഠിച്ചോനേ പുറത്ത്. വീട്ടിലെത്തി മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റായി കിടന്നുറങ്ങട്ടെ. പുറത്തില്ലേ അപ്പോൾ അതെ കറക്റ്റ് 2 മണിയാകുമ്പോൾ എൻ്റെ മെസ് ഫുഡ് എത്തിക്ക്. മലബാർ മെസ്സാണ് കേട്ടോ. കാണിച്ചു തരാം. ഓൺ ടൈം. താങ്ക് യു. ഇതെന്താ പറയുക, ദോരക്കുള്ളൊരു എന്താ പറയുക, ഒരു പറഞ്ഞിട്ട് ഇടുന്നല്ലേ പ്രൊമോഷൻ, അങ്ങനെയൊന്നുമല്ല. എന്താ പറയുക, അത്യാവശ്യം നല്ല ഫുഡായിട്ട് തോന്നി. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ കണ്ടെയ്നർ ബോക്സസിലാണ് വരിക. എന്താ പറയുക, ഫുഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് കപ്സയാണ് ഗൈസ്. ഇന്നത്തെ മെനു ഉച്ചക്ക് കപ്സയാണ്. അപ്പോൾ ഇവരെ മെനു എങ്ങനെയാ വെച്ചാൽ ഉച്ചക്ക് ഇപ്പോൾ വെജാണെങ്കിൽ രാത്രി എന്തായാലും ചിക്കൻ അധികം ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ എന്താ പറയുക, രാത്രി എന്തെങ്കിലും വെജായിട്ട് വരികയാണെങ്കിൽ അന്ന് ഉച്ചക്ക് എന്തെങ്കിലും നോൺ വെജ് ആയിരിക്കും. മണ്ടേത്തെ മെനു സൂപ്പറാണ്. അതായത് ഉച്ചക്ക് നല്ല ചോറും മോരുകറിയും ഫിഷ് ഫ്രൈയും, രാത്രി നല്ല പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ടാവും. ഹാപ്പി. ഫുഡ് കഴിച്ചിട്ടപ്പോൾ പോയി കിടന്നുറങ്ങട്ടെ. ബായ്. എന്തൊക്കെ പഠിച്ചോട് തുറന്നോക്കിട്ട്. ഓക്കെ, വാഹിദ് കിലോ ബിക്കാം 380. എന്നുവെച്ചാൽ 380 ആയി വഹിന്ത്. ഇത് ഒട്ടകത്തിൽ ഇറച്ചി കിട്ടുന്ന സ്ഥലം കേട്ടോ. അങ്ങനെ അന്ന് പുറത്തൊക്കെ പോയി. പിന്നെ വീട്ടിലെത്തി മെസ് ഫുഡ് വന്നിരുന്നു. മെസ് ഫുഡിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് കഴിച്ച് അങ്ങനെയും ഉറങ്ങിപ്പോയി. ഒന്നാമത് നല്ല ടയർഡായിരുന്നു. യൂണിവേഴ്സിറ്റി വിട്ട് വന്നിട്ട് അത്യാവശ്യം നല്ല ഉറക്കം കിട്ടാത്തതുകൊണ്ട് തന്നെ നല്ല ടയർഡായിരുന്നു. അന്ന് കുറേ സ്ഥലത്ത് പോകാമെന്നൊക്കെ പ്ലാൻ ഇട്ടായിരുന്നു. ബട്ട് ഒന്നും നടന്നില്ല. മെയിനായിട്ട് ഇവിടുത്തെ റപ്പിന്റെ വീട്ടിൽ ഒന്നും നടന്നില്ല. അപ്പം ഇവിടെ ഫൈനൽ എക്സാമിന്റെ ഒക്കെ ഒരു ടൈമാണ്. അപ്പോൾ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ മെയ് 12-നാണ് ഈ എക്സാം കഴിഞ്ഞത്. ഏതാണ്ട് ലാസ്റ്റ് ഏപ്രിൽ 23-നെങ്ങാണ്ട് കഴിഞ്ഞ ഒരു വീഡിയോ ആണിത്. ഞാൻ ഇത്രയും ടൈം എടുത്ത് അപ്ലോഡ് ചെയ്യാൻ. ഒന്നാമത് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വൻ സീനാണ്. സെക്കൻഡ് ഇയർ അത്യാവശ്യം നല്ല പാടാണ്. പിന്നെ എന്താ പറയുക, അയ്യോ ലിപ്സ്റ്റിക്കൊക്കെ ഓക്കെ. അപ്പോൾ 16-ാം തീയതി ഞങ്ങളെ ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അതിനുശേഷം പിന്നെ ഒരു ജൂലൈ 24-നാണ് അക്കാഡമിക് ഇയർ എൻഡ് ചെയ്യുന്നത്. ലാസ്റ്റ് എക്സാം ഒന്നാണ്. സോ ഒരു ബഹളാണ്. അപ്പോൾ അതിനുള്ളിൽ കൂടി എന്തെങ്കിലുമൊക്കെ ഇടാണെങ്കിൽ ഇടും. അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു.